നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ബ്രണ്ണൻ സാഹിബിനെ കുറിച്ച്. ബ്രണ്ണൻ കോളേജിനെ കുറിച്ച് നമ്മൾ നിരവധി തവണ കേട്ട് കാണും. പിണറായി വിജയന്റെയും കെ സുധാകരന്റെയും പരസ്പരമുള്ള പോർവിളിയിലൂടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നാണല്ലോ ബ്രണ്ണൻ കോളേജ്. ആരാണ് ഈ ബ്രണ്ണൻ സാഹിബ് എന്ന് നോക്കാം. ഊരിപ്പിടിച്ച വടിവാളുകളും ചവിട്ടി വീഴ്ത്തലുകളും രാഷ്ട്രീയ സംഘർഷവും മാത്രമല്ല, സാഹിത്യവും സാംസ്കാരികവുമായ വലിയ ഒരു പാരമ്പര്യത്തിന്റെ ചരിത്രം കൂടിയുണ്ട് തലശ്ശേരി ധർമ്മടത്തെ ബ്രണ്ണൻ എന്ന കലാലയത്തിന് പറയാനായി. നിരവധി പ്രമുഖർ പഠിച്ചും പഠിപ്പിച്ചും ഇറങ്ങിയ കഥകൾ ഏറെയുണ്ട് ബ്രണ്ണന്റെ ഇടനാഴികൾക്ക് പറയാനായി. ആരാണ് ഈ ബ്രണ്ണൻ? വഴിതെറ്റിയെത്തിയ ബ്രണ്ണൻ സാഹിബ് ആരാണ്? 1784 ലണ്ടനിലാണ് എഡ്വേർഡ് ബ്രണ്ണൻ എന്ന ബ്രണ്ണൻ സാഹിബിന്റെ ജനനം. 1810 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ലഭിച്ചു. പിന്നീട് മുംബൈ മറൈൻ സർവീസസിൽ ജോലി. കപ്പലിൽ ക്യാബിൻ ബോയ് ആയും ജോലി ചെയ്തു. കപ്പൽ തലശ്ശേരിക്കടുത്ത് കടൽക്ഷോഭത്തിൽ തകർന്നപ്പോൾ ബ്രണ്ണൻ നീന്തിക്കരക്കെത്തിയെന്നും മീൻപിടുത്തക്കാർ രക്ഷപ്പെടുത്തി തിരിച്ചെത്തിച്ചുവെന്നും പറയുന്നു. തലശ്ശേരി പോർട്ടിൽ മാസ്റ്റർ അറ്റൻഡന്റായി ജോലി നോക്കിയിട്ടുമുണ്ട്. തലശ്ശേരിയിലെ റോഡിലൂടെയും കടൽ തീരത്തുകൂടെയും കുതിരപ്പുറത്ത് നടന്ന ബ്രണ്ണൻ എന്ന ആളിനെ നാട്ടുകാർ സ്നേഹത്തോടെ ബ്രണ്ണൻ സാഹിബ് എന്ന് വിളിച്ചു തുടങ്ങി. കപ്പൽ ഛേദം കൊണ്ടുവന്ന കരുണാമയൻ എന്നാണ് പൂനത്തിൽ കുഞ്ഞബ്ദുള്ള വിശേഷിപ്പിച്ചത്. പാവങ്ങളെ സഹായിക്കാൻ 1846 അദ്ദേഹം ടെലിച്ചറി, അതായത് തലശ്ശേരിയിൽ പുവർ ഫ്രണ്ട് എന്ന ട്രസ്റ്റ് രൂപീകരിച്ചു. നാട്ടുകാർക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ വിൽപത്ര പ്രകാരം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ആൺകുട്ടികൾക്കും ഇംഗ്ലീഷ് പഠിക്കാൻ നാട്ടുകാർ തലശ്ശേരി പട്ടണത്തിൽ 1861 ഫ്രീ സ്കൂൾ സ്ഥാപിച്ചു. ഇതാണ് ബ്രണ്ണൻ കോളേജ് ആയത്. ആദ്യകാലത്ത് മദ്രാസ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ആയിരുന്നു. 1866 ബാസൽ മിഷൻ ചർച്ചുമായി സംയോജിച്ചു. 1868 ഹൈസ്കൂളായി. 1883 ജില്ലാ ഗവൺമെന്റ് സ്കൂളായി. 1884 തലശ്ശേരി നഗരസഭ ഈ സ്കൂളിനെ ഏറ്റെടുക്കുന്നു. 10 വർഷത്തിന് ശേഷമാണ് ബ്രണ്ണൻ കോളേജ് ആയത്. 1949 സ്കൂളിനെ വേർപെടുത്തി ചെറുക്കരയിലേക്ക് മാറ്റി. 1958 കോളേജ് ധർമ്മടത്തേക്ക് പോയതോടെ സ്കൂൾ പഴയ കെട്ടിടത്തിൽ തിരിച്ചെത്തി. 159 വർഷത്തെ പഴക്കമുള്ള മലബാറിലെ തലയെടുപ്പുള്ള കോളേജാണ് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ്. ബ്രണ്ണന്റെ കയ്യൊപ്പ് ചാർത്തിയ പ്രതിഭകൾ, വ്യക്തികൾ നിരവധിയാണ്. പ്രതിഭാശാലികളായ പൂർവ്വ വിദ്യാർത്ഥി നിര തന്നെയുണ്ട് ബ്രണ്ണൻ കോളേജിന്. അതിൽ രാഷ്ട്രീയ നേതാക്കന്മാർ, എഴുത്തുകാർ, ചരിത്രകാരന്മാർ, സാഹിത്യകാരന്മാർ, അങ്ങനെ പലരുമുണ്ട്. സർവശ്രീ എ കെ ഗോപാലൻ, പിണറായി വിജയൻ, കെ സുധാകരൻ, ഇ അഹമ്മദ്, എ കെ ബാലൻ, വി മുരളീധരൻ, പൂനത്തിൽ കുഞ്ഞബ്ദുള്ള, പവനൻ, അക്ബർ കക്കാട്ടിൽ, നായാട്ട് ശങ്കരൻ, മൂർക്കോത്ത് കുമാരൻ, രാജൻ ഗുരുക്കൾ, എൻ പ്രഭാകരൻ, വി ആർ സുധീഷ്, പി സതീദേവി, എ കെ പ്രേമജം, എ എൻ ഷംസീർ, ജെയിംസ് മാത്യു, സുപ്രീം കോടതി ജസ്റ്റിസും കാശ്മീർ മുൻ ഗവർണറുമായിരുന്ന വാഴക്കുളങ്ങരയിൽ ഖാലിദ് തുടങ്ങിയ ഉന്നത സ്ഥാനീയർ ബ്രണ്ണൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ബ്രണ്ണൻ സാഹിബ് ഒരു മകനെ ദത്തെടുത്ത് വളർത്തിയിരുന്നു. തലശ്ശേരി സ്വദേശിയായ ഒരു സ്ത്രീയിൽ സാഹിബിന് ഫ്ലോറ എന്ന പേരുള്ള ഒരു മകളുമുണ്ടായിരുന്നു. 16-ാമത്തെ വയസ്സിൽ മരിച്ച ഫ്ലോറ ബ്രണ്ണന്റെ ശവകുടീരം ഊട്ടി സെന്റ് സ്റ്റീഫൻസ് ചർച്ചിൽ കണ്ടെത്തി. 1830 കല്ലറ സ്ഥാപിച്ചത്. ബ്രണ്ണന്റെ മകൾക്ക് വേണ്ടിയുള്ള ഒസിയത്ത് പ്രകാരം നൽകിയ തുക ഉപയോഗിച്ച് പിൽക്കാലത്ത് ബാസൽ മിഷൻ ബാലികാ മഠങ്ങൾ സ്ഥാപിച്ചു. ചിറക്കലും ചവമ്പാലയിലും കോഴിക്കോടും ഇതിന് ശാഖകൾ ഉണ്ടായിരുന്നു എന്നാണ് അറിവ്. കടലിൽ നിന്നും ജീവിതത്തിലേക്ക് നീന്തിക്കയറിയ ബ്രണ്ണൻ സാഹിബിന്റെ ജീവിതകഥ ത്രസിപ്പിക്കുന്നതാണ്. തിരക്കുള്ള ഓർമ്മകൾ, കരുണയും സ്നേഹവും മാത്രമുള്ള സാഹിബ്. 1859 ഒക്ടോബർ 2 ബ്രണ്ണൻ സാഹിബ് അന്തരിച്ചു. തലശ്ശേരി സെന്റ് ജോൺസ് പള്ളിയുടെ സമീപത്തായാണ് എഡ്വേർഡ് ബ്രണ്ണന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. പത്തരമാറ്റിയ സത്യസന്ധനായ ഇംഗ്ലീഷുകാരൻ, എ സ്റ്റെർലിംഗ് അപ്രൈറ്റ് ഇംഗ്ലീഷ് മാൻ എന്നാണ് ശവകുടീരത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. നന്ദി. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.